Welcome to the channel Swastha Foods. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്കാണ്. നിങ്ങൾക്ക് കാണാം വളരെ ക്രിസ്പി ആയിട്ടുള്ള ഡയമണ്ട് കട്ട്. അപ്പോൾ ഞാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിൽക്കുക. അപ്പോൾ എങ്ങനെയാണ് ഡയമണ്ട് കട്ട് ഉണ്ടാക്കുന്നതെന്ന്, ഇതിന് ഡയമണ്ട് കട്ടിന് 6ാം നമ്പർ എന്നും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ആദ്യമായിട്ട് മൈദയാണ് എടുക്കുന്നത്. ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇതിലോട്ട് പിഞ്ച് ഓഫ് സോൾട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ ഗീ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇനി ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. നോർമൽ വാട്ടറാണ് ഉപയോഗിക്കുന്നത്. നല്ലോണം കുഴച്ചെടുക്കുക. ഡയമണ്ട് കട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നൊരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. മൈദ ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. കാരണം സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടി സ്വല്പം ഗീയോ എണ്ണയോ തേച്ച് ഇനി 15 മിനിറ്റ്സ് അടച്ചു വെക്കാം. ഇപ്പോൾ 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പരത്തിയെടുക്കാം. ഇത് 3 ആക്കിയിട്ട് പരത്തിയെടുക്കാം. ഇത് പരത്തിയെടുക്കാം. കുറച്ച് മൈദപ്പൊടിയില്ല ഇങ്ങനെ മുക്കിയെടുക്കുക. ഇനി പരത്താം. ഇങ്ങനെ പരത്തിയെടുക്കുക. കുറച്ച് തിന്നായിട്ട് പരത്തുക. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്കാണ്. പരത്തി വെച്ചിട്ട് നിൽക്കണം. ഇത്രയും തിന്നാക്കിയിട്ട് ഇനി കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പിസ്സ കട്ടറോ അല്ലെങ്കിൽ നൈഫ് വെച്ചിട്ട് ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഓരോന്നോരോന്ന് എടുത്തിട്ട് മാറ്റാം. അടുത്തത് അതുപോലെ തന്നെ പരത്തിയെടുക്കാം. ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ഓരോന്നായിട്ട് പ്ലേറ്റിലിട്ടെടുത്ത് ഇനി ഒരു പാൻ വെക്കുക. പാൻ ചൂടാക്കി കഴിയുമ്പോൾ ഡയമണ്ട് കട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിക്കാം. പിന്നെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. എണ്ണ നല്ല ചൂടായി കഴിയുമ്പോൾ ഡയമണ്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. കാണാൻ ഇവിടെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചിടുക. ഇത് ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ക്രിസ്പി ആയിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക.
എടുക്കാം. എണ്ണ നല്ല ചൂടായി കഴിഞ്ഞാൽ പിന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ മതി, അല്ലെങ്കിൽ ചിലപ്പം കരിഞ്ഞു പോകും. ഇതുപോലെ തന്നെ എടുക്കാം. നമുക്കാണ് ഇവിടെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു നൂൽ പരുവായിട്ടുണ്ട്. ഇതിനേക്കാളും കുറച്ചും കൂടി ആയി കഴിയുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല കണക്കാണ്, നല്ല പതഞ്ഞ് വരുന്ന ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഡയമണ്ട് കട്ട് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം ഡയമണ്ട് കട്ട് ഇവിടെ റെഡി ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഈ ഷുഗറൊക്കെ നല്ലോണം ഇതിൽ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.